പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തിലേക്ക് രാജ്യം മുന്നോട്ട് നീങ്ങുന്നതിനാൽ ഇന്ത്യയിലെ ഹരിത ഊർജ്ജ മേഖല ഗണ്യമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ശുദ്ധമായ ഊർജ്ജത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യം മുതലെടുക്കാൻ ലക്ഷ്യമിട്ട് 3 വാഗ്ദാന കമ്പനികൾ തങ്ങളുടെ IPOകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ കമ്പനികൾ സൗരോർജ്ജം, കാറ്റ്, മറ്റ് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ എന്നിവയുൾപ്പെടെ ഹരിത ഊർജ്ജ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ കാർബൺ സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള രാജ്യത്തിന്റെ പരിവർത്തനത്തിന് സംഭാവന നൽകുന്നു. മെച്ചപ്പെടുത്തിയ പുനരുപയോഗ ഊർജ്ജശേഷിക്കും നെറ്റ് സീറോ ടാർഗറ്റുകൾക്കും വേണ്ടി ഗവൺമെന്റ് പ്രേരിപ്പിക്കുന്നതിനാൽ ഈ വരാനിരിക്കുന്ന IPOകൾ ഊർജ്ജത്തിന്റെ ഭാവിയിലേക്ക് ടാപ്പു ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് സാധ്യതയുള്ള അവസരങ്ങൾ നൽകുന്നു. IPO സ്റ്റോക്കുകളുടെ വിശദാംശം നോക്കാം. NDPC ഗ്രീൻ എനർജി 2022 സംയോജിപ്പിച്ച മഹാരത്ന കേന്ദ്ര പൊതുമേഖലാ സംരംഭമായ NDPC ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡിയറിയാണ് NDPC ഗ്രീൻ എനർജി. 6ലധികം സംസ്ഥാനങ്ങളിൽ 1ലധികം സ്ഥലങ്ങളിൽ സാന്നിധ്യമുള്ള സൗരോർജ്ജ, കാറ്റ് ഊർജ്ജ ആസ്തികളെ അതിന്റെ പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജ പോർട്ട്ഫോളിയോ ഉൾക്കൊള്ളുന്നു. 2024 കണക്കനുസരിച്ച് 3071 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതികളും 100 മെഗാവാട്ട് കാറ്റാടി പദ്ധതികളുമാണ് ഇതിന്റെ പ്രവർത്തനശേഷി. കമ്പനിയുടെ പദ്ധതികൾ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ആ വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്നു. അതിന്റെ പ്രവർത്തന പദ്ധതികൾക്കായി സർക്കാർ ഏജൻസികളും പൊതു യൂട്ടിലിറ്റികളും പോലെയുള്ള ഓഫ് ടേക്കർമാരുമായി ദീർഘകാല പവർ പർച്ചേസ് കരാറുകൾ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അവാർഡ് എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2032 ഓടെ ഏകദേശം 60 ജിഗാവാട്ട് പുനരുപയോഗിക്കാവുന്ന ശേഷി കൂട്ടിച്ചേർക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. ഇത് രാജ്യത്തിന്റെ ശേഷിയുടെ ഏകദേശം 15% വരും. 2024 ജൂൺ 30 വരെയുള്ള പ്രവർത്തനശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 പുനരുപയോഗ ഊർജ്ജ കമ്പനികളിൽ ഒന്നാണ് NDPC ഗ്രീൻ എനർജി. NDPC ലിമിറ്റഡാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. വലിയ തോതിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിൽ വിപുലമായ അനുഭവവും ഓഫ് ടേക്കർമാരുമായും വിതരണക്കാരുമായും ദീർഘകാല ബന്ധങ്ങളും സാമ്പത്തിക ശക്തിയുമുണ്ട്. 2024 ജൂൺ 30 വരെ 14,696 മെഗാവാട്ട് സൗരോർജ്ജ, കാറ്റ് പദ്ധതികളുടെ പോർട്ട്ഫോളിയോ ഇതിനുണ്ട്. 2024 ജൂൺ വരെ കമ്പനിക്ക് 37 സൗരോർജ്ജ പദ്ധതികളിലും 9 കാറ്റാടി പദ്ധതികളിലുമായി 15 ഓഫ് ടേക്കർമാരുണ്ട്. ശക്തമായ ക്രെഡിറ്റ് റേറ്റിംഗുകൾക്കൊപ്പം കമ്പനിയുടെ വർദ്ധിച്ചുവരുന്ന വരുമാനവും മൂലധനത്തിന്റെ കുറഞ്ഞ ചെലവിൽ ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു. 2024 ജൂണിലെ പ്രവർത്തനശേഷിയിലും 2024 സാമ്പത്തിക വർഷത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിലും ഇത് ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പൊതുമേഖലാ സംരംഭമാണ്. 1975 സ്ഥാപിതമായ NDPC ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത പവർ കമ്പനിയാകാനും 2032 ഓടെ 130 ജിഗാവാട്ട് കമ്പനിയായി മാറാനും ലക്ഷ്യമിടുന്നു. വൈദ്യുതി പദ്ധതികൾ സ്ഥാപിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള പ്രധാന ബിസിനസ്സുമായി NDPCക്ക് സമഗ്രമായ പുനരധിവാസ CSR നയങ്ങളുണ്ട്. NDPC ഗ്രീൻ എനർജി IPO 2024 നവംബർ 4 ആരംഭിക്കും. ഇത് 2024 നവംബർ 6 അടയ്ക്കും. മൊത്തം IPO വലുപ്പം ഏകദേശം 10,000 കോടിയാണ്. NLC ഇന്ത്യ ലിമിറ്റഡ് NLC ഇന്ത്യ ലിമിറ്റഡ് ഭാവിയിലെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി NLC ഇന്ത്യ ഗ്രീൻ എനർജി ലിമിറ്റഡ് പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സബ്സിഡിയറി സംയോജിപ്പിച്ചിരിക്കുന്നു. NLC ഇന്ത്യ ലിമിറ്റഡ് അതിന്റെ അനുബന്ധ സ്ഥാപനമായ NLC ഇന്ത്യ റിന്യൂവബിൾസ് ലിമിറ്റഡിനടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഒരു പ്രാഥമിക പബ്ലിക് ഓഫറിംഗ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. IPOയിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ട് NLCILന്റെ പുനരുപയോഗ ഊർജ്ജശേഷി വികസിപ്പിക്കുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുള്ള ദേശീയ ലക്ഷ്യങ്ങൾക്ക് സംഭാവന നൽകുന്നതിനും ഉപയോഗിക്കും. വിപുലീകരണ പദ്ധതികൾ 2030 ഓടെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജശേഷി 1.4 ജിഗാവാട്ടിൽ നിന്ന് 6 ജിഗാവാട്ടായി ഉയർത്താനാണ് NLCIL പദ്ധതിയിടുന്നത്. ശുദ്ധ ഊർജ്ജ പദ്ധതികൾ പുതിയ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും പുതിയ സാങ്കേതികവിദ്യകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ഈ ഫണ്ട് ഉപയോഗിക്കും. SJVN ഗ്രീൻ എനർജി SJVN ഗ്രീൻ എനർജി ഇന്ത്യ ഗവൺമെന്റിന്റെ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള മിനി രത്ന പൊതുമേഖലാ സ്ഥാപനമായ SJVNന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമാണ്.
സോളാർ പാർക്കുകൾ, കാറ്റ്, ഹൈബ്രിഡ് പ്രോജക്റ്റുകൾ, ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ, തരംഗങ്ങൾ, ബയോമാസ്, ചെറുകിട ജലവൈദ്യുത്, ഗ്രീൻ ഹൈഡ്രജൻ അധിഷ്ഠിത ബിസിനസ് സംരംഭങ്ങളിൽ അസറ്റ് സൃഷ്ടിക്കൽ തുടങ്ങിയ പുനരുപയോഗ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ കമ്പനി പ്രവർത്തിക്കുന്നു. 2030 25,000 മെഗാവാട്ടും 2040 50,000 മെഗാവാട്ടും സ്ഥാപിതശേഷി കൈവരിക്കാനാണ് SGL ലക്ഷ്യമിടുന്നത്. 2024 അവസാനത്തോടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന NTPC ഗ്രീൻ IPOയ്ക്ക് ശേഷം SJVN ഗ്രീൻ എനർജി അതിന്റെ പ്രാരംഭ പബ്ലിക് ഓഫറിംഗ് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. SJVN ഗ്രീൻ എനർജി IPOയുടെ കൃത്യമായ വലുപ്പവും വിലനിർണ്ണയ വിശദാംശങ്ങളും ഇതുവരെ അന്തിമമാക്കിയിട്ടില്ലെങ്കിലും SGELന്റെ വിപുലീകരണ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിന് ഇത് നിർണായകമാകും. കൺക്ലൂഷൻ. ഇന്ത്യ 2024 ഒക്ടോബറിൽ 200 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷിയെ മറികടക്കുമ്പോൾ അതിന്റെ ശുദ്ധമായ ഊർജ്ജ സംക്രമണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നു. ഫോസിൽ ഇന്ധന ബദലുകൾ വികസിപ്പിക്കുന്നതിൽ ഗവൺമെന്റിന്റെ തന്ത്രപരമായ ശ്രദ്ധ വ്യക്തമാണ്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ, PM സൂര്യകർ, സോളാർ PV മൊഡ്യൂളുകൾക്കായുള്ള PLI സ്കീമുകൾ തുടങ്ങിയ പ്രധാന സംരംഭങ്ങൾ പുനരുപയോഗ ഊർജ്ജ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഫോസിൽ ഇന്ധന ആശ്രിതത്വം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നു. NTPC ഗ്രീൻ എനർജി, NLC ഇന്ത്യ റിന്യൂവബിൾ എനർജി, SJVN റിന്യൂവബിൾ എനർജി തുടങ്ങിയ കമ്പനികൾ വരാനിരിക്കുന്ന IPOകൾക്കൊപ്പം 2030 500 ജിഗാവാട്ട് ഫോസിൽ ഇതര ഊർജ്ജശേഷി ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ മികച്ച സ്ഥാനത്താണ്. വളർന്നുവരുന്ന ഗ്രീൻ എനർജി വിപണിയിൽ പ്രവേശിക്കാൻ പോകുന്ന IPOകൾ നല്ല ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ആയി മാറും എന്ന് പ്രതീക്ഷിക്കാം. Thank you.